തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി ശിവസൂര്യയുടെ മരണത്തിന്റെ ഞെട്ടലാണ് നമ്മളെല്ലാവരും. സമപ്രായക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കളാലാണ് ഈ കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായിരുന്നു ശരിക്കും അന്ന് നടന്നത്? ഇത്രയും ഒരു കൊലപാതകത്തിലേക്ക് കലാശിക്കാനുള്ള കാരണം എന്താണ്? കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിലും ഒരു 18 വയസ്സുകാരൻ്റെ മരണത്തിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം കലാശിച്ചതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കഴിഞ്ഞ 6-ാം തീയതി പുന്നമൂട് ജംഗ്ഷന് സമീപം ജയചന്ദ്രിക സിൽക്സ് എന്ന് പറയുന്ന ഒരു വസ്ത്രവ്യാപാരശാലയുടെ മുന്നിൽ നടന്ന ദാരുണമായിട്ടുള്ള സംഭവം. ശിവസൂര്യ എന്ന കല്ലിയൂർ സ്വദേശി +2 പഠനത്തിന് ശേഷം ഉപരിപഠനത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവിചാരിതമായിട്ട് ഇങ്ങനൊരു അക്രമ സംഭവം ഉണ്ടാകുന്നു, അവിടെ മരണം സംഭവിക്കുന്നു. ഇത് 1.5 വർഷം മുൻപ് ഒരു ഫുട്ബോൾ കളിക്കിടെ ഒരു ടർഫിലുണ്ടായ ചെറിയൊരു വൈരാഗ്യം, ആ ഒരു വൈരാഗ്യം അങ്ങനെ വെച്ച് അതൊരു വലിയ ദുരന്തത്തിൽ കലാശിച്ചൊരു സംഭവമാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ശിവസൂര്യ എന്ന് പറയുന്ന 18 വയസ്സുകാരൻ ഇത് 1.5 വർഷം മുൻപ് ഒരു ടർഫിൽ ഫുട്ബോൾ കളിക്കിടെ ഇപ്പോൾ ഈ കൃത്യത്തിൽ പങ്കാളികളായ 4 പ്രതികൾ കാർത്തിക്, പ്രിയദർശൻ, അജിത്ത്, ആരോമൽ എന്നിങ്ങനെ ഈ 4 പ്രതികൾ ഇവരുൾപ്പെട്ട ഒരു സംഘവുമായിട്ട് ഈ ശിവസൂര്യയുടെ സംഘം ഒരു ഫുട്ബോൾ കളിയിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഫുട്ബോൾ കളിക്കിടെ ശിവസൂര്യ ഇതിലെ പ്രതിയായിട്ടുള്ള കാർത്തിക്കിനെ ഫൗള് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കളിയിൽ സംഭവിച്ച ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ അവിടെ സംഭവിച്ച ആ ഒരു ഫൗള് പിന്നീട് ഇവരുടെ മനസ്സിലൊരു പകയായിട്ട് വളർന്നു. ആ ഒരു കളിക്കിടെ ഉണ്ടായിട്ടുള്ള കളിപ്പക പിന്നീട് ഒരു കുടിപ്പകയായിട്ട് മാറുന്നു. അങ്ങനെ ഇക്കഴിഞ്ഞ ദിവസം 6-ാം തീയതി ഈ ശിവസൂര്യ പുറത്തേക്ക് ഇറങ്ങുന്നു, ടർഫിലേക്ക് കളിക്കാനായിട്ട് പോകുന്നതാണ്. കല്ലിയൂർ സ്വദേശിയായിട്ടുള്ള സുരേഷിൻ്റെ മകനാണ് 18 വയസ്സുകാരനായ ശിവസൂര്യ. അങ്ങനെ കല്ലിയൂരിൽ നിന്ന് ഈ പുന്നമൂട്, അതായത് നേമം പുന്നമൂട് റോഡിലാണ് ഈ പുന്നമൂട് ജംഗ്ഷൻ ഉള്ളത്. അവിടെ ജയചന്ദ്രിക സിൽക്സ് എന്ന് പറയുന്ന, ജയചന്ദ്രിക ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ അതിന് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഇട്ട ഒരു വസ്ത്രവ്യാപാരശാലയാണ്. അതിന് തൊട്ടടുത്തായിട്ടൊരു ബ്യൂട്ടി പാർലറുണ്ട്. എതിർവശവും ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അവിടെ 6-ാം തീയതി രാത്രി ഒരു 8:30 ശിവസൂര്യ തനിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ബൈക്കിൽ അതുവഴി അവിചാരിതമായിട്ട് വരികയാണ് ഈ കാർത്തിക്കും പ്രിയദർശനും അതുപോലെ തന്നെ മറ്റ് 2 പ്രതികളായ അജിത്തും ആരോമലും ഉൾപ്പെട്ട സംഘം. ഈ ബൈക്കുകളിൽ എത്തുന്ന ഈ സംഘത്തെ ഈ ശിവസൂര്യ അവിചാരിതമായിട്ട് നോക്കുന്നു. ഇങ്ങനെ തുറിച്ചു നോക്കുന്ന ശിവസൂര്യ അങ്ങനെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രകോപനം മതി. അത് തുറിച്ചു നോട്ടമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും അംഗവിക്ഷേപമായിക്കോട്ടെ, അങ്ങനെ ആ ഒരു തുറിച്ചു നോട്ടം, അല്ലെങ്കിൽ ഒരു പക്ഷേ തുറിച്ചു നോട്ടമായിരിക്കില്ല, വഴിയിലൂടെ പോകുന്ന ഇവരൊക്കെ പരസ്പരം അറിയാവുന്ന ആളുകളാണ്. ആ ഒരു സംഭവത്തിന് ശേഷം മാത്രമാണ്, ഏകദേശം 1.5 വർഷം മുൻപ് നടന്ന ആ ടർഫിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് ഇവരുടെ സൗഹൃദത്തിൽ വിള്ളൽ വീഴുന്നു. അങ്ങനെ കുറച്ച് നാളായിട്ട് അകൽച്ചയിലായിരുന്നു. അങ്ങനെ ഈ ശിവസൂര്യ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇവർ ബൈക്കിൽ പോകുമ്പോൾ ഇവൻ തുറിച്ചു നോക്കിയത്രേ. അങ്ങനെ തുറിച്ചു നോക്കിയതിനെ തുറന്നുണ്ടാകുന്ന ചോദ്യം, ഈ ബൈക്കിലെത്തുന്ന സംഘം ഈ ശിവസൂര്യവുമായിട്ടൊരു വാക്കേറ്റത്തിലാകുന്നു. പിന്നീട് അതൊരു സംഘട്ടനത്തിലേക്ക് പോകുന്നു. ഈ കാർത്തിക് ഇവനെ പിടിച്ച് തള്ളുകയാണ്. ഈ ശിവസൂര്യയെ, ഈ കടയുടെ തിണ്ണയിൽ കയറി നിൽക്കുന്ന ശിവസൂര്യയെ തള്ളുന്നു. ഇങ്ങനെ തള്ളുന്ന ശിവസൂര്യ നേരെ വന്ന് വീഴുന്നത് ഈ വസ്ത്രവ്യാപാരശാലയുടെ മുന്നിലിട്ടിരിക്കുന്ന ചില്ലിലാണ്. ഈ ചില്ലിലേക്ക് വന്ന് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ചില്ല് പൊട്ടും. അതിനകത്തേക്ക് തെറിച്ച് വീഴുന്ന ഈ കുട്ടിയുടെ നെഞ്ചിലടക്കം ഇങ്ങനെ പൊട്ടി വീണ ചില്ല് തറച്ചു കയറുന്നു. ഇതോടെയാണ് ഇവർക്ക് ഈ കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടിയത്. കാരണം ഈ കേസിലെ പ്രതികളെല്ലാം 18ഉം 20ഉം വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഈ സംഭവം, ഇവന് ഈ ചില്ല് തകർന്ന് അകത്തേക്ക് വീണ് അമിതമായിട്ട് ഈ രക്തം വരുന്നു. ഇതോടെയാണ് ഈ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നത്. അങ്ങനെ ഇവർക്ക് തന്നെ മനസ്സിലാകുന്നു ഇങ്ങനെ ഒരു അപകടമാണ് ഇനി ഇവിടെ, അതായത് നാട്ടുകാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്, എന്നാലും ഇവരാരും ആ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ല. നമ്മൾ ഏതാനും നാളുകൾക്ക് മുൻപാണ് വിഴിഞ്ഞ മുക്കോലയിൽ ഒരു ബാറിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് പറഞ്ഞത്. അതിൽ അവിടെ 2 സഹോദരങ്ങൾ ഒരു യുവാവിനെ ബാറിൻ്റെ പുറത്തിട്ട് അടിച്ചും ഇടിച്ചും ഒക്കെ കൊലപ്പെടുത്തുമ്പോൾ അതിന് ചുറ്റും നിന്ന ആളുകളൊക്കെ അത് കണ്ട് കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ് ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ പോലും അവരെ പിടിച്ചു മാറ്റാൻ തയ്യാറായില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികളാണ്, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും നിശ്ചയമില്ല. കാരണം ഇപ്പോൾ തന്നെ അവർ തുറിച്ചു നോക്കിയതിൻ്റെ പേരിലുണ്ടായ നിസ്സാര വൈരാഗ്യമാണ്, അല്ലെങ്കിൽ 1.5 വർഷം മുൻപ് കളിക്കിടെ ഉണ്ടായ ഒരു ഫൗളിനെ തുടർന്നുണ്ടായി ആ സൗഹൃദത്തിനിടയിലുണ്ടായ ഒരു വിള്ളൽ, ആ വിള്ളലും ഇങ്ങനെ മനസ്സിൽ വെച്ചുണ്ടായ ഒരു പക, ആ പകയാണ് അത്തരമൊരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ
അവിടെ ധാരാളം ആളുകൾ കൂടി നിന്നിരുന്നു, രാത്രിയാണ്. എന്നാൽ ആരും തന്നെ ഈ ഒരു സംഭവത്തിൽ ഇടപെടാനോ ഈ കുട്ടികളെ പിടിച്ചു മാറ്റാനോ തയ്യാറായില്ല. പകരം ഇവർ ഈ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ ശിവസൂര്യ ഈ കടയ്ക്കുള്ളിലേക്ക് തെറിച്ച് വീഴുന്നു. ഈ നെഞ്ച് തുളച്ച് ഈ ചില്ലുകഷ്ണങ്ങൾ തറച്ചു കയറി ചോര വരുന്നു. അങ്ങനെ ഈ 4 പേർ അവിടെ ഉണ്ടായിരുന്ന സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഈ പ്രതികളെല്ലാവരും ചേർന്ന് ഇവനെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ഒരു ബൈക്കിൽ ഒരു ആൾ കയറി അതിന് പിന്നിലേക്ക് ഈ അബോധാവസ്ഥയിൽ നിലത്ത് വീണ് കിടക്കുന്ന, ചോര വാർന്ന് കിടക്കുന്ന ശിവസൂര്യയെ ബൈക്കിൻ്റെ പിന്നിൽ കയറ്റി അതിൻ്റെ പിന്നിൽ വേറൊരാൾ കയറി ഏകദേശം ഈ പുന്നമൂട് ജംഗ്ഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കട ഇരിക്കുന്ന ജയചന്ദ്രിക സിൽക്ക് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ശാന്തിവിള താലൂക്ക് ആശുപത്രി അടുത്താണ്, ഏകദേശം 5.5 കിലോമീറ്ററാണ് ആ ആശുപത്രിയിലേക്കുള്ളത്. അത് പ്രാവച്ചമ്പലം കയറി നേരെ ഒരു 5.5 കിലോമീറ്ററോളം പോയാലാണ് ഈ ആശുപത്രി എത്തുക. അങ്ങനെ ഈ ബൈക്കിന് പിന്നിൽ ഈ ശിവസൂര്യയും ഇരുത്തി ഈ 3 അംഗ സംഘം, ബാക്കി 2 പേർ അവിടെ നിൽക്കുന്നു. ഈ 3 പേർ, അതായത് ഈ മർദ്ദനമേറ്റ് കിടക്കുന്ന ശിവസൂര്യയെ നടുക്കിരുത്തി ഈ 2 പേർ, മൊത്തത്തിൽ 3 പേരാണ് ആ ബൈക്കിലുള്ളത്. അവർ 3 പേരും കൂടി ശാന്തിവിള താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത്. അതിനിടെ തന്നെ ഈ കുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിരിക്കുന്നത്. കാരണം ഈ നെഞ്ച് തുളച്ച് കയറിയ ചില്ല് കഷ്ണങ്ങളാണ് അമിതമായിട്ട് ചോര വാർന്നു പോവുകയും അങ്ങനെയാണ് മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. ഇത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം ഒരുപക്ഷെ ഉണ്ടാവില്ല, പക്ഷേ മാരകായുധങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടുമില്ല. ഒരു ചെറിയൊരു വൈരാഗ്യം, ആ വൈരാഗ്യത്തിൻ്റെ പുറത്ത് അപായപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ പോലും അവിടെ ചെയ്തത്, ഒരു സംഘം ചേർന്ന് ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോയ ഒരു 18 വയസ്സുകാരനെ ഒന്ന് പേടിപ്പിക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് തങ്ങളുടെ ഒരു പ്രതിഷേധം അറിയിക്കണമെന്ന നിലയ്ക്ക്. ഒരുപക്ഷെ ഒരിക്കലും ഒരു ക്രൈമിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുകയല്ല. ഇപ്പോൾ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 18 വയസ്സാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ പോലും പണ്ടൊക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും നിസ്സാര കാര്യമുണ്ടായാൽ അത് അപ്പോൾ തന്നെ കൂട്ടുകാരിടപെട്ട് പറഞ്ഞു തീർക്കുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുമായിട്ട്, ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും ഒരു കുട്ടിയുമായിട്ടൊരു വൈരാഗ്യം ഉണ്ടാകുന്നു. ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും അതിനെരിവ് കയറ്റി വിടാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതൊരു പക്ഷേ സമപ്രായക്കാരായ കുട്ടികളായിരിക്കാം. അങ്ങനെ ഇതൊരു 2 സംഘങ്ങളായി തിരിഞ്ഞ് അതിലേക്ക് പുറത്തു നിന്ന് ഇവരോട് കൂട്ടുള്ള മുതിർന്ന ആളുകൾ ഇതിൽ പങ്കാളികളാകും. അങ്ങനെ അതൊരു വലിയ ക്രൈമിലേക്ക് പോകുന്നൊരു സാഹചര്യം ഇപ്പോഴത്തെ കുട്ടികൾക്കിടയിലുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ഇതിലെ പ്രതിയായിട്ടുള്ള 4 പേരും അവർ 18 വയസ്സിനും 20 വയസ്സിനും മധ്യ പ്രായമുള്ള പ്രതികളാണ്, യുവാക്കളാണ്, വിദ്യാർത്ഥികളായിരിക്കാം ഒരുപക്ഷെ. ഇവൻ്റെ സമപ്രായക്കാരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു +2 പഠനത്തിന് ശേഷം നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കിടയിൽ ഈ 4 പേരും മദ്യപിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിലും വ്യക്തത വരേണ്ടതുണ്ട്. കാരണം മദ്യപിച്ചിട്ടുള്ള ഈ ശിവസൂര്യയെ ബൈക്കിലിരുത്തി കൊണ്ടുപോകുന്ന പക്ഷം അവിടെ നാട്ടുകാർ കൂടി നിന്നിരുന്നു. ഒരുപക്ഷെ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോകാമായിരുന്നു എന്നിരിക്കെ തന്നെ ബൈക്കിലാണ് ഈ 18 വയസ്സുകാരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ നടുക്കിരുത്തി കൊണ്ടുപോകുമ്പോൾ ഈ 2 കാലും നിലത്തെഴയുന്നുണ്ടായിരുന്നു. അങ്ങനെ നിലത്തെഴിഞ്ഞും ഈ കുട്ടിയുടെ ഒരു കാലിൻ്റെ വിരലിൻ്റെ പകുതി ഭാഗം ഈ ടാറിൽ ഉരഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഇൻക്വസ്റ്റിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു തർക്കം, പരസ്പരം പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതുകൂടി രമ്യതയിൽ പരിഹരിക്കുക എന്ന് പറയുന്നതാണ് ഈ സൗഹൃദം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. അതിന് പകരം ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോൾ 2 കൂട്ടർക്കും നഷ്ടമാണ്. ഒരു അച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ മകനെ നഷ്ടമാകുന്നു. മറ്റേതോ അച്ഛനും അമ്മയ്ക്കും ഇത്തരത്തിൽ തങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ ആ യുവാക്കൾ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിൽ യാദൃച്ഛികമായിട്ടെങ്കിലും പങ്കാളിയായി ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലാണെങ്കിലും കേരളത്തിലുടനീളം കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാകാതെ കുട്ടികളുടെ കാര്യങ്ങളിൽ മാതാപിതാക്കളും കൂടി ഇടപെടണം. എന്തായാലും ഇപ്പോൾ ഈ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ശരി.